മലയാളീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങളിൽ ചിലർക്ക് മനസ്സിലായി കാണും. അതായത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ കുറച്ച് വൈറൽ കപ്പിൾസായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇവരെ അറിയായിരിക്കാം, കുറേ പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോസ് കണ്ടിട്ട് ഈ വെറൈറ്റി മീഡിയയുടെ വീഡിയോ ആണ് ഞാൻ ആദ്യം കാണുന്നത്. ഇത് കണ്ടിട്ട് ഒരു 2-3 ദിവസമായി കാണും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വെറുതെ ഒരാൾക്കാരെ പിടിച്ച് നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എനിക്ക് ആദ്യം തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ജാങ്കോ സ്പേസിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു വീഡിയോ അവരും ഈ കപ്പിൾസിനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് ഇവർ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നെഗറ്റീവ് ഒരു ഇൻഫർമേഷനാണോ, അതൊരു പോസിറ്റീവ് ഇൻഫർമേഷനാണോ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂ സെക്ഷനാണ്. അതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ശരിയാണെന്ന് തോന്നുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അധികം നീട്ടി വലിച്ച് സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വിഷ്ണു ആൻഡ് അമേയ ഇവരാണ് ഇന്നത്തെ നമ്മുടെ താരങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്റ്റ്. അവരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. ഇതിനകത്ത് അമേയയ്ക്ക് 19 വയസ്സും വിഷ്ണുവിന് 25 വയസ്സുമാണ്. അതായത് ഇവരെ ഒരു 12-ാം വയസ്സ്, ആ കൊച്ചിൻ്റെ പെൺകുട്ടിയുടെ 12-ാം വയസ്സ് മുതൽ ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. അതായത് 7-8 വർഷത്തോളം ഇവരെ പ്രേമിച്ചു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1.25 വർഷമായി. ഈ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ലൈഫിനെ പറ്റിയിട്ട് ABCD ഇപ്പോഴും അറിയില്ല. അതായത് 1.25 വർഷമായില്ലോ. നമ്മൾ പ്രേമിക്കുമ്പോൾ പറയുന്ന പോലെയല്ല കല്യാണം കഴിക്കുമ്പോൾ, അതങ്ങനെയാണ്. പക്ഷേ 1.25 വർഷമായിട്ടും വീണ്ടും ലൈഫിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തോ ഇത്തിരി പാടാം അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പോൾ ഇവർ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഞാനിപ്പോൾ ഇതിടാം കേട്ടോ, കണ്ടു. +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ല. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചു. സീരിയസ്ലി? തൊട്ട് ഇവനെ ഞാൻ ജോലിക്ക് വിടത്തില്ല. അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കണം. ആദ്യം പണ്ട് സ്നേഹം കൊണ്ട് ജീവിക്കണം. ഫുഡ് കഴിക്കണ്ടേ? ഇവൻ വീട്ടിലിരുന്ന് ഇവൻ വീട്ടിലെ ജോലി മൊത്തം ചെയ്യും. ഞാനാണെങ്കിൽ ഞാനും ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പണിക്ക് വിടാത്തത്. വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ജോലികൾ? അവൻ ചെയ്യും എല്ലാം. ഈ പയ്യൻ ഇഷ്ടം കൊണ്ട് ആ കൊച്ചിൻ്റെ കൂടെ നിൽക്കുന്നതാണോ, അതോ ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിൽക്കുന്നതാണോ എന്ന്, ഗതികേട് കൊണ്ട് നിൽക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നില്ല ആക്ച്വലി. അതായത് ഇതിനകത്ത് ഒരു കമൻസ് വന്നിരിക്കുന്നതിനകത്ത് ഇപ്പോൾ ടോട്ടൽ കമൻസ് 1.2K കമൻസ് ഇതിൻ്റെ അടിയിലായിട്ട്, അതായത് വെറൈറ്റി മീഡിയയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ ഉണ്ട്. ഇതിനകത്ത് ഇതാ ഈ കാണുന്ന കമൻസ് മുഴുവനും ഈ പക്വതയില്ലായ്മ, വിവരമില്ലായ്മ ഒരു ക്രെഡിറ്റ് ആണോ, എന്താണ് ഈ കാര്യങ്ങൾ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു? അതായത് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ, ഒരുപാടൊന്നും ഇല്ലെങ്കിലും മാവണല്ല വകയെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം വേണമല്ലോ എന്നുള്ള ഒരു ഇത് വേണ്ടേ? അതായത് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഗേൾസ് വർക്കിന് പോയിട്ടല്ല പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും ഹസ്ബൻഡിനെ ആണെങ്കിലും ആ ചെക്കനെ വിടാനുള്ള ഇൻട്രസ്റ്റ് പോലും ഈ കുട്ടിക്കില്ല. എങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്നർ വെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും? നാളെ ഒരു കുഞ്ഞ് വരും, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ കുട്ടിക്ക് ഒന്നിനും മറുപടി ഇല്ല. അതായത് 1.25 വർഷമായിട്ടും കല്യാണം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടന്നിട്ട് 1.25 വർഷം കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ കൊച്ചിന് ഒരു ഐഡിയ ഇല്ലാതെ എങ്ങനെ സാധിക്കുന്നു ഇത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതമായിട്ട് തോന്നിയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ വർക്കിന് പോയിട്ടോ കാര്യങ്ങളോ അല്ല ജീവിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയിട്ടും ഒരു സപ്പോർട്ടിങ് സിസ്റ്റം 2 പേർക്കും കൂടി വേണമല്ലോ. അതായത് ആ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ വർക്കിന് പോകുമ്പോൾ അതും ആൾക്ക് താല്പര്യമില്ല. ഈ വെൽഡിങ് വർക്ക് അങ്ങനത്തെ വർക്കുകളൊക്കെ ആൾ ഒരുവിധം പണിയെടുക്കുന്ന ഒരു ചെക്കൻ തന്നെയാണ്. പക്ഷെ അതിനകത്തും ഈ കുട്ടിക്ക് താല്പര്യമില്ല. കൊച്ചിനെ സംബന്ധിച്ച് കൊച്ചിനെ നോക്കി സ്നേഹിച്ച് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ 1.25 വർഷമായിട്ട് ഡെയിലി പുറമേ നിന്നാണ് ഇവർ ഫുഡ് വാങ്ങിക്കുന്നത്. വെക്കാനും അതുപോലെ അടിക്കുക തുടയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ ഈ കുട്ടിക്ക് അറിയില്ല. കാരണം 19 വയസ്സേ ആയിട്ടുള്ളൂ. ആക്ച്വലി ഇൻ ദ സെൻസ് 19 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ 1 വർഷം ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. നമ്മൾ ഈ ഒരു അടുത്ത ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിട്ട് 1 വർഷത്തിന് മേലെ ആയല്ലോ. അപ്പോൾ എന്തെങ്കിലും പഠിക്കാം. അത് വലിയ ഇപ്പോൾ മറ്റേ ഷെഫ് ആവണം എന്നല്ല പറയണത്, എന്തെങ്കിലുമൊക്കെ പഠിക്കാമായിരുന്നു. അതിനുള്ളൊരു സാഹചര്യം സമയമോ കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. ഈ 1.25 വർഷമായിട്ട് പുറമേ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും അവർ സേവിങ്സ് ചെയ്യുന്നുണ്ടെന്നാണ് വിഷ്ണു പറഞ്ഞത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ നമ്മൾ ഡെയിലി പുറമേ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറിനും കേടാണ്, ക്യാഷ് ഒരുപാട് പോകും.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ കൊച്ചിന് ശ്രദ്ധിക്കാം. പിന്നെ ഇതിനകത്ത് പിന്നെ എനിക്കൊരു സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മസ്താനി എന്ന് പറയുന്ന ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ നെഗറ്റീവും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് മസ്താനിനെ ഒരുപാട് ഇഷ്ടം തോന്നി, ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നി. കാരണം ലാസ്റ്റ് അതിൻ്റെ ഈ കൺക്ലൂഷൻ പോയിന്റിൽ ആൾ പറയുന്നുണ്ട്, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഇതുപോലെ 19 years ആണ്, ആളാണ് ഇതുപോലെ ചെയ്തതെങ്കിൽ കാല് തല്ലി പിടിച്ച് വീട്ടിലിട്ടാനേന്ന് പറഞ്ഞു. കാരണം ഒന്നും അറിയാണ്ട് ഒരു ലോകത്തേക്ക് ഒരാൾ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ, അൺസൈക്കബിൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഈ സംഭവം കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് പക്ഷേ ടു ബി ഓണസ്റ്റ് 19 yearsന്റെ ഇമ്മെച്യൂരിറ്റി ആണ് ഇപ്പോൾ കാണുന്നത്. ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാം, പറ്റുമെങ്കിൽ +2 എഴുതിയെടുക്കാൻ നോക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏണിങ്സ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സ്വന്തമായിട്ട് 10 രൂപയെങ്കിൽ 10 രൂപ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, ലൈഫിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മെച്യൂരിറ്റി ഒക്കെ വരണം, കുറച്ച് കുക്കിംഗ് ഒക്കെ പഠിക്കാം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാവരും എന്തെങ്കിലും, അതായത് നാളെ ഒന്നും നമുക്ക് പറ്റുന്നില്ല, അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ല എന്നൊരവസ്ഥയിലാണെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാനുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കയ്യിൽ വേണമല്ലോ. അതിപ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് എന്നുള്ളതല്ല, എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റോ, അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് എങ്കിലും അതും ഈ കൊച്ചിനില്ല. എങ്ങനെ ജീവിക്കുന്നു എന്തോ. അത് ഒന്നെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാം ഇവൻ അവളെ കൊന്നു അല്ലെങ്കിൽ അവൾ ഇവനെ കൊന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷിൻ്റെ ഡീലിങ്സ് വരുമ്പോൾ ഇതൊന്നും അത്ര രസമുള്ള കാര്യങ്ങളല്ല. നമ്മളും കുറേ ആയല്ലോ, നമുക്കും ഇങ്ങനെ ഫാമിലി ലൈഫ് പോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പോൾ ക്യാഷിന് ക്യാഷ് തന്നെ വേണം, സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം. എന്തായാലും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോവട്ടെ, അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. സന്തോഷമായിട്ട് പോകണം, പക്ഷേ ലൈഫിനെ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടൊക്കെ എടുക്കാൻ ഈ കുട്ടികൾക്ക് തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.